നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ ജിത്തു ജോസഫിൻ്റെ മലയാള സിനിമയായ വലതുവശത്തെ കള്ളൻ എന്ന സിനിമയെക്കുറിച്ച് പറയാനാണ്. സത്യസന്ധമായി പറഞ്ഞ ഈ സിനിമ ട്രെയിലറും ടീസറും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഈ സിനിമ കാണാൻ യാതൊരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. ജസ്റ്റ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ, ജിത്തു ജോസഫിൻ്റെ പല പടങ്ങളുടെ മേക്കിംഗ് വളരെ മോശമാണ്. പുള്ളിയുടെ എഴുത്ത് നല്ലതുകൊണ്ട് അങ്ങനെ പുള്ളി എഴുതുന്ന സിനിമകൾ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ദൃശ്യം 1 and 2 ഇപ്പോൾ ദൃശ്യം 2 തന്നെ മേക്കിംഗ് അത്ര ഗംഭീരമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ സ്റ്റോറി ആൻഡ് ഹൗ ദ മൂവി ഹാപ്പൻസ് ഇസ് നൈസ്. ഓക്കെ, പുള്ളി ഇപ്പോൾ അത് കഴിഞ്ഞ് ചെയ്ത പടങ്ങളെല്ലാം മോശമാണ്. അങ്ങനെ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന പടങ്ങൾ വളരെ മോശമായിരിക്കും. അതിൽ പെടുന്നൊരു പടമാണ് വലതുവശത്തെ കള്ളൻ. എനിക്ക് പേഴ്സണലി ഒട്ടും വർക്കാവാത്ത, വളരെയധികം ബോറടിച്ചത്, എന്തിന് ഇത്ര നേരം എടുത്ത് ഇങ്ങനെ സിനിമ ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് എന്തിന് ഞാൻ ഈ സിനിമയ്ക്ക് കയറി എന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ എന്നോട് തന്നെ ചോദിച്ചൊരു സിനിമയാണത്. കാരണം ഈ സിനിമ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ ഈ ഫ്രൈഡേ മോർണിംഗ് ഷോ, എനിക്ക് ഏറ്റവും കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള സിനിമ സെൻറ്റ് ഹെൽപ്പ് 3D കാണാൻ വേണ്ടി മോർണിംഗ് ഷോയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഫിയർ ഫോറം മാളിൽ പോയി. അവിടെ ഷോ നടന്നില്ല. കാരണം അവർക്ക് KDM, അതായത് ഡെലിവറി കീ വന്നില്ല എന്നാണ്. ആ KDM ഇട്ടാൽ മാത്രമേ സിനിമ പ്ലേ ചെയ്യാൻ പറ്റൂ. അതിവിടെ മാത്രം വന്നില്ല എന്നാണ് അവർ പറയുന്നത്. എനിക്ക് അറിയില്ല സത്യസന്ധമായ കാര്യം. ചിലപ്പോൾ കീ വന്നിട്ടുണ്ടാവില്ല, കീ വന്നിട്ടുണ്ടാവും. കീ ചിലപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ടുണ്ടാവും. അവർക്ക് 15 മിനിറ്റുള്ള ഷോ തുടങ്ങാനുള്ള ബുദ്ധിമുട്ട് എന്നൊക്കെ ഞാൻ അവിടെ പറയുന്നത് കേട്ടു. പക്ഷേ 15 മിനിറ്റ് എന്തോ നല്ലൊരു ആഡ്സ് കാണിക്കാണ്ട് സിനിമ പ്ലേ ചെയ്താൽ മതിയായിരുന്നു. പിന്നെ അവസാനം ഞാൻ പ്രഷറൈസായി. പിന്നെ ഞാൻ ഓഫറിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് എനിക്ക് റീഫണ്ട് അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും കാശ് കിട്ടില്ല. എനിക്കറിയാം ഞാൻ ഓഫർ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം തൽക്കാലത്തേക്ക് അടുത്ത സിനിമ കാണാൻ ഏതോ ഓപ്ഷൻ ഉണ്ടായിരുന്നു വെച്ചാൽ ഒന്ന് മർദാനിയായിരുന്നു, പക്ഷേ അത് ലക്സിലായിരുന്നു. പിന്നെ എനിക്ക് അത്ര ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല ആ സിനിമ. കാരണം ഞാൻ മർദാനി 1 and 2 കണ്ടിട്ടില്ല, അതുകൊണ്ട് 3 കാണാൻ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെയാണ് നോക്കി. പിന്നെ പ്രകമ്പനം നോക്കിയപ്പോൾ പ്രകമ്പനം ഉച്ചയ്ക്കായിരുന്നു ഷോ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നെക്സ്റ്റ് ഷോ ഉണ്ടായിരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് വലതുവശത്തെ കള്ളനാണ്. ആ ഒറ്റ റീസൺ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സിനിമ കാണാൻ കയറിയത്. ഒട്ടും വർക്കായില്ല സിനിമ. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് 15-20 മിനിറ്റോടെ തീർക്കാവുന്നൊരു കാര്യമാണ്. അത് വലിച്ച് നീട്ടി പോകുന്നു 1 മണിക്കൂർ കൊണ്ട്. എന്തിനാണ് ഇത്ര നീട്ടിയെന്നുള്ളത്. ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന സിനിമ സെക്കൻഡ് ഹാഫിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു 20 മിനിറ്റ് കാര്യം പറഞ്ഞ് നേരെ ആ സിനിമയിലേക്ക് കിടക്കുന്നതിന് പകരമാണ് ഇയാൾ ഇത് മുഴുവൻ കാണിച്ചു കൂട്ടിയത്. എന്തൊരു മോശമായിട്ട് എഴുതിയൊരു സിനിമയാണെന്ന് അറിയുന്നത്. ഇതിൽ ബിജു മേനോൻ്റെ പെർഫോമൻസ്, പ്രത്യേകിച്ചും ബിജു മേനോനാണ് മെയിൻ. ബിജു മേനോൻ്റെ പെർഫോമൻസ് കുഴപ്പമില്ല. ആൾസോ ജോജു വാസ് ആൾസോ ഓക്കെ. പക്ഷേ ജോജുവിന് അങ്ങനെ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ വളരെ ബിലോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് പെർഫോമൻസും മാത്രമായിരുന്നു സിനിമയ്ക്കകത്തുണ്ടായിരുന്നത്. ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി വാസ് ഡീസൻറ്റ്. എനിക്ക് ടെക്നിക്കലി ഈ സിനിമ ഭയങ്കര ഗംഭീരമായിട്ടും തോന്നിയില്ല. മ്യൂസിക്കും എനിക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നിയില്ല. എനിക്ക് സിനിമ സത്യസന്ധമായി പറയാൻ നല്ലോണം ബോറടിച്ചു എന്നതിൻ്റെ അപ്പുറത്തേക്ക് സിനിമക്കകത്ത് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഈ സിനിമ സെക്കൻഡ് ഹാഫും കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് ഈ സിനിമ തീരാത്തതെന്നും അങ്ങനെ നമുക്കിങ്ങനെ ഒരു വിധത്തിലും കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല കേട്ടോ, പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത്. എനിക്ക് വളരെയധികം ബോറടിച്ചൊരു സിനിമയാണത്. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമല്ല. ഒരു സിനിമയ്ക്ക് യാതൊരു ബന്ധമില്ലാത്ത പേരാണെന്ന് എനിക്ക് തോന്നിയെങ്കിലും ഇതെന്തോ ബിബിളിക്കൽ റെഫറൻസ് വെച്ചിട്ടുള്ള പേരാണെന്ന് പറഞ്ഞു. ഒരു പൊട്ട സിനിമ എടുത്തിട്ട് അതിന് ബിബിളിക്കൽ റെഫറൻസ് ഉള്ള പേര് കൊടുത്തു കഴിഞ്ഞാൽ സിനിമ നന്നാവില്ല. അതെന്നാണ് നല്ല സിനിമ എടുക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ സിനിമ കുറിച്ച് എന്ത് പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം അമ്മാരി വെറുപ്പിക്കലായിരുന്നു സിനിമ. എനിക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവ്സ് പറയാനൊന്നുമില്ല സിനിമയ്ക്കകത്ത്. അടുത്തത് ജിത്തു ജോസഫിൻ്റെ അടുത്ത പടം ഏതാണെന്ന് എനിക്കറിയില്ല. ഇതിന് മുമ്പ് ഇറങ്ങിയ മിറാജും വളരെ മോശമായിരുന്നു, ഇതും വളരെ മോശമാണ്. രണ്ട് രീതിയിലാണ് മോശം. സത്യം പറഞ്ഞാൽ വേറെ രീതിയിലാണ് മോശം. ഭയങ്കര ബോറ് സിനിമയാണ്, ബോറ് സിനിമയാണ് സത്യം പറഞ്ഞാൽ. ഞാൻ കയറിയ ഫസ്റ്റ് ഷോയ്ക്ക് വളരെ കുറച്ച് ആൾക്കാർ സ്ക്രീൻ 3 ഉണ്ടായിരുന്നുള്ളൂ. അത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണ്. എന്നിട്ട് തന്നെ അത് 30% പോലും ഫില്ലല്ല എന്ന് എനിക്ക് തോന്നണം. അതും PVR ഫോറം മോളിൽ. സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഈ സിനിമയുടെ അവസ്ഥ. ഇപ്പം എനിക്കറിയില്ല ആളിന് കയറാൻ തുടങ്ങിയെന്നൊക്കെ. പേഴ്സണലി എനിക്ക് ഒട്ടും വർക്കായില്ല. എനിക്കറിയാവുന്ന 2-3 ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കും ഈ സിനിമ വർക്കായില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ റിവ്യൂ ചെയ്യാൻ വയ്യെന്ന് വെച്ചാൽ ഞാൻ അതിന് വേറെ ട്രിപ്പ് പോയി തിരിച്ചു വന്ന് സെൻറ്റ് ഹെൽപ്പ് കണ്ടു. അപ്പോൾ ഇതെല്ലാം വീഡിയോസ് വരുന്നതാണ്. എനിക്ക് എന്തായാലും സിനിമ ഒട്ടും ഇഷ്ടമായില്ല. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമായോ, അതിൽ അഭിനയം ഇഷ്ടമായോ, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ഇഷ്ടമായോ, അതിൻ്റെ കഥ ഇഷ്ടമായോ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പർലി ഈ സിനിമ ഇഷ്ടമായോ, എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലും താഴത്ത് രേഖപ്പെടുത്താം. എനിക്ക് എന്തായാലും ഈ സിനിമ വർക്കായില്ല. സോ എന്തായാലും തന്നെ വീഡിയോ കണ്ടതാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.